പോലീസ് ആയതുകൊണ്ടല്ലേ അകത്താക്കിയത്. ആ ജോലിയിൽ നിന്ന് അവനെ പൊക്ക്. അവനെ പോലീസാക്കിയത് ഞാനാ. ഈ ശിവനെ രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിയുമെന്ന് അവൻ അറിയണം. ആ തൊപ്പി തെറിപ്പിച്ചാൽ എന്റെ കാല് പിടിക്കും അവൻ. തീയോട് കളിച്ചാൽ പൊള്ളുമെന്നറിയണം. പൊക്ക്. ഇനിയുള്ള കാലം ഇടത് കൈ കൊണ്ട് സല്യൂട്ട് അടിക്കേണ്ടി വന്നേനെ. ശക്തി പേര് കേട്ടാൽ തന്നെ ദേഷ്യം വരുന്നുണ്ടല്ലേ. ഇപ്പോഴവന്റെ പോസ്റ്റ് ACP. അവൻ പഠിച്ച് പാസ്സായി പോലീസായതൊന്നുമല്ല, ശിവന്റെ കഴിവുകൊണ്ട് അവൻ പോലീസായത്. എടുത്തു നോക്ക്, എല്ലാ റെക്കോർഡ്സും ഫ്രോഡാ. നിന്റെ കൈ വെട്ടിയപ്പോ ഒരു വേദന തോന്നിക്കാണുമല്ലോ. അത് മാറാൻ എന്താ ചെയ്യാൻ പോകുന്നേ? വിളിക്ക് ശക്തിയെ. വന്നടാ, വന്നു. കൊളുത്തടാ തീയ്. ഇങ്ങോട്ടെത്തിയല്ലോ ജോലി പോയിട്ട്. എന്നെ മോനെ, സൈറൻ വെച്ച വണ്ടിയൊക്കെ പോയില്ലേ? ഇപ്പൊ ഞാനാ നിന്റെ സൈറൻ. പേടിച്ചു പോയി. വേഗം ചെന്ന് അച്ഛനോട് സംസാരിക്ക. അമ്മേ, എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടമ്മേ. നേരാണ് മോനെ. അതെ അമ്മേ, അവരെന്നെ ജോലിന്ന് പറഞ്ഞയച്ചു. മോൻ വിഷമിക്കണ്ട. അമ്മേ, അയച്ചതേ മേലേക്കാണ് അയച്ചത്. AC-യിൽ നിന്ന് DC-യിലേക്ക് പ്രമോഷനോടെയാണ് അവരെന്നെ അയച്ചത് അമ്മേ. മച്ചമ്പിയെ, അവിടുത്തെ സീൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശക്തി, ഞാനാണ് നിങ്ങളുടെ കൈവെട്ടിയത്. ഫ്രാഡ് പണി കാണിച്ച ഈ വേഷം ഇട്ടത്. കാക്കി ഷർട്ടിൽ കറ പറ്റരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലൊരു കറ തന്നെ കാക്കി ഉടുപ്പിട്ടാൽ എങ്ങനെയാ? പറഞ്ഞയച്ചേര്. എന്നെ പോലീസിന്ന് പറഞ്ഞു വിട്ടേര്. ശക്തി, നിനക്ക് പോലീസിൽ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോലീസിന് നിന്നെ പോലെ ഒരാളെയാണ് ആവശ്യം. നീ പരീക്ഷയിൽ തോറ്റിരിക്കാം, പക്ഷെ ഈ ജോലിയിൽ നീ പാസ്സായിരിക്കുന്നു. പോലീസ് എന്നാൽ കാക്കയല്ല, കാര്യപ്രാപ്തിയാ. തെറ്റ് തടയണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നീ പോലീസായി. 20 വർഷത്തെ എന്റെ സർവീസ് കൊണ്ട് സാധിക്കാത്തത് നീ സാധിച്ചു. ശിവനെ എതിർക്കാൻ പറ്റിയ ഒരേ ഒരു ശക്തി നീയാണ്. നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തപ്പോ നീ എന്നെ ഒരു പോലീസുകാരനായി കണ്ടില്ല. ഇനി പോലീസിന് വേണ്ടി നീ അച്ഛനെ നേരിടുമെന്നറിയാം. ഇനി മുതൽ നീ AC അല്ല, യു ആർ പ്രൊമോട്ടഡ് ആസ് DC. നീയാ എന്റെ ഒരു കൈവെട്ടിയത്. ഇനി മുതൽ ആ വലം കൈ നീയാ. ഒരുത്തനെയും വിടരുത്. DC അല്ലേ? DC. ചേട്ടൻ എന്തിനാ പേടിക്കുന്നേ? TC കൊടുത്താൽ പറഞ്ഞു വിടുന്നല്ലേ അർത്ഥം. കൂലി TC കൊടുത്താൽ അവന്റെ ചീട്ട് കീറിയുന്ന. പോലീസ് TC കൊടുത്താൽ നമ്മള് കീറിയുന്ന. കുറച്ചേ കീറിയുള്ളൂ, മൊത്തം കീറി. ഇതുകൊണ്ട് തന്നെയാ ക്ലൈമാക്സിന് മുമ്പ് കഥ തീർക്കലെന്ന് പറയുന്നത്. നിങ്ങൾ പൊട്ടിച്ച പടക്കം എന്റെ ഡിസ്മിസിനല്ല, എന്റെ പ്രമോഷന് വേണ്ടിയാ. ഹലോ ഹലോ, ഹായ്. ഇങ്ങതാ ഹായ്.
അവന്റെ തലയെ വരച്ചത് എന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ മിസ്റ്റർ ശക്തി ക്രൈം റേറ്റ് കുറച്ച് വിജയം കൈവരിച്ചിരിക്കുന്നു. മിസ്റ്റർ ശക്തിയുടെ മുത്തച്ഛൻ പോലീസ് ഉദ്യോഗത്തിൽ വെച്ച് തന്നെ നെഞ്ചിൽ വെടിയുണ്ടയേറ്റാണ് മരിച്ചത്. ആ വീരപരമ്പരയിൽ നിന്ന് വന്ന DC മിസ്റ്റർ ശക്തി ലോകമെമ്പാടും വിശ്വസിച്ചിരിക്കല്ലേ. ഇതൊന്നും പോരാതെ ബ്ലീഡിംഗും നടന്നിരിക്കുവല്ലേ. വീര ഉദിരം. അതുപോലെ തന്നെ ഈ വർഷത്തെ ബെസ്റ്റ് കേഡർ അവാർഡ് ഗോസ് ടു മിസ് ഐശ്വര്യ. സർ, കുട്ടികളോട് എന്തെങ്കിലും ഒരു വാക്ക്? അയ്യോ, എനിക്ക് ഈ സ്റ്റേജിലൊന്നും സംസാരിച്ച് വലിയ പരിചയമില്ല. വേറെ പലതിലുമാണല്ലോ നിനക്ക് പരിചയം. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ആരെങ്കിലും ഒരാള് മുമ്പോട്ട് വരൂ. Go back. ഇയാള് വരൂ. അതായത് നിങ്ങളൊരു ബാഗുമായിട്ട് പോകുന്നു. ബാക്കിലാണല്ലോ ഇവന്റെ ഫീലിങ്സും. ഇങ്ങ് വന്നേ. ഞാനോ? നീ തന്നെ ഇങ്ങ് വാ. ഇതിനകത്ത് എന്റെ റോൾ എന്തുവാണോ? ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കാൻ, കണ്ടോളൂ. ബാഗ് പിടിക്കുന്ന പോലെ നന്നായിട്ട് മുറുക്കി പിടിക്കുക. ഇങ്ങനെ കയ്യെ പിടിക്കുമ്പോ ലൈക്ക് ദിസ്. റൈറ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ലെഗ് അറ്റ് ദ സെയിം ടൈം ലൈക്ക് ദിസ് ആൻഡ് അറ്റാക്ക്. സിമ്പിൾ. കമോൺ കമോൺ കമോൺ. യെസ് സർ. എന്റെ കയ്യെ പിടിച്ച് നന്നായിട്ട് മുറുക്കി പിടിക്കുക. ലൈക്ക് ദിസ് ആൻഡ് അറ്റാക്ക്. ഇവൻ ആരാ? തച്ചോളി വർഗീസ് ചേകവരോ? എനി അതർ വോളണ്ടിയേഴ്സ്? സാർ, എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാലോ? ദൈവമേ, നിനക്കൊരാപത്ത് ഉണ്ടാകില്ല. നീ കാരണം മറ്റുള്ളവർക്ക് ആപത്ത്. മൂദേവി. ഓക്കെ, ഇപ്പോ സപ്പോസ് ഒരു അക്യൂസ്ഡ് തന്റെ നേരെ കത്തി എടുത്ത് കുത്താൻ വരുന്നു. ഞാൻ ചെയ്ത് കാണിക്കാം എന്താണെന്ന് നോക്കൂ. ഒരു കത്തി എടുത്ത് കുത്തുന്ന പോലെ വാ വാ വാ. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം. തട്ടിയിട്ട് ഒരടി. മൂക്ക് നോക്കി വേണം അടിക്കാൻ. ചെയ്ത് കണ്ടില്ലേ? ഇപ്പൊ കണ്ടല്ലോ. വേണ്ടായിരുന്നോടി പൊണ്ണത്തടിച്ചി. ഇപ്പോ സപ്പോസ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയ എന്തെങ്കിലും കൈ കിട്ടുന്നത് അവിടെ ഉണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലൊരു കമ്പ് കിട്ടിയ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തേക്കണം. ഇവൻ എന്തോ പ്ലാൻ ചെയ്യുവാ. ഇതെന്താ? ഇത് ഒരു അഭ്യാസവാ. കമോൺ കമോൺ കമോൺ. വാടി. ബ്രില്യന്റ് അറ്റാക്ക്. പ്രസൻസ് ഓഫ് മൈൻഡ് ഇങ്ങനെ ഉണ്ടാവണം. കമ്പ് കൊണ്ട് തലക്കടിക്കൂന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കൊല്ലാൻ നോക്കുമായിരുന്നോടാ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. പക്ഷെ ഇത് ചെയ്ത് കാണിക്കാൻ ഞങ്ങളുടെ ആൾക്കാർ തന്നെ വേണം. കാരണം മനസ്സിന് ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. മാഡം, എന്റെ അടുത്തേക്കൊന്ന് വരൂ. ഇരിക്കൂ, കിടക്കൂ. ഇങ്ങനെ പോയാൽ ഇവിടെ തന്നെ ഫസ്റ്റ് നൈറ്റും ആഘോഷിച്ച് പ്രസവവും കഴിയും. ഈ പൊസിഷനിൽ ക്രോൾ ചെയ്ത് മുള്ളുവേലിയുടെ അടിയിൽ കൂടി പുറത്തു വരണം. ഇറ്റ്സ് ആർമി ട്രെയിനിങ്. ഇങ്ങനെ ദിവസവും ചെയ്താൽ പാനി പിടിച്ച് ചാകേണ്ടി വരും. കൈയുടെ മുട്ടിനും കാലിന്റെ മുട്ടിനും നല്ല സ്ട്രെങ്ത് ആയിരിക്കും. ഇപ്പൊ മേഡം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കും. കമോൺ ഗേൾസ്. കൈയടിച്ചേ, എല്ലാവരും കൈയടിക്ക്. അടിക്കടിക്ക്, എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. അടിക്കേ, കണ്ടില്ലേ മാഡത്തിന്റെ കലാപ്രകടനം? ഐ ലൈക്ക് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ അടുത്തുനിന്ന് ഇനിയും ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചേട്ടാ, ശക്തി നമുക്ക് കുഴി തോണ്ടി തുടങ്ങി. CM ലെവലിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ എതിർക്കുവാനുള്ള ധൈര്യം എവിടുന്ന് വന്നു? ചേട്ടാ, നമ്മുടെ മണൽ കോറി അവൻ നിർത്തലാക്കി. കൽക്കോറി പൂട്ടി സീൽ വെച്ചു. നമുക്ക് കിട്ടേണ്ട പണമെല്ലാം ബ്ലോക്കാക്കി. നമ്മളെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല ചേട്ടാ, നമ്മളെ ഇപ്പൊ ആർക്കും ഒരു പേടിയില്ല. ചേട്ടൻ ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്.
ചേട്ടാ, ചടങ്ങ് നടക്കട്ടെ, ബാക്കി പിന്നെ നോക്കാം. മോനെ ശക്തി, സുഖമാണോ? എന്തുകൊണ്ട് ചേട്ടാ, സുഖം തന്നെയല്ലേ? ഇപ്പോഴാ നിന്റെ വീട്ടിൽ നിന്ന് വരുന്നത്. ഇതെന്റെ വീട് പോലെയല്ലേ? 108 വിഭവങ്ങൾ കൊണ്ട് ഗംഭീരമാക്കണം. സദ്യ കൊണ്ടിട്ട് ഒരു കുറവും പറയരുത്. എന്തായി പറയുന്നേ? നിന്റെ അനിയത്തിയുടെ കല്യാണത്തെ കുറിച്ച്. അനിയത്തിയുടെ കല്യാണമാണെന്നോ? സോ അമ്മേ. എന്താ മോനെ? ഒന്നുമില്ലമ്മേ, വഴി വെച്ച് ശ്രീനിവാസേട്ടനെ കണ്ടായിരുന്നു. നന്നായിട്ട് പാചകം ചെയ്യുമല്ലേ അമ്മേ? വേറെ എന്താ അമ്മേ വിശേഷം? സുഖം തന്നെയല്ലേ അമ്മേ? എന്നാ വെച്ചേക്കട്ടെ. വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? അനിയത്തിയുടെ കല്യാണം ആരോ മോനോട് പറഞ്ഞിട്ട് അവൻ വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. അവൻ എത്ര വിഷമം ഉണ്ടായിരിക്കുമെന്നേ, നേരിച്ചാകും. അതുകൊണ്ട് തന്നെ എനിക്ക് ആളുകളെ വെച്ച് കൊല്ലാനും അറിയാം, ഒറ്റയ്ക്ക് നിന്ന് നേരിടാനും അറിയാം. ഇപ്പോഴും പ്രശ്നമില്ല. കല്യാണത്തിന് ഞാൻ തന്നെ വിളിക്കാം. സന്തോഷത്തോടെ അവൻ വന്നോട്ടെ. പോലീസായിട്ടല്ല, ശക്തിയായിട്ട്. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പഴയ ശക്തിയായിട്ട് വരണം. അവൻ വരുമോ? നീ പറ, ഞാൻ വിളിക്കാം. അതെ. ശിവൻ ഒരു തീരുമാനമെടുത്താൽ എല്ലാം അവസാനിച്ചെന്നർത്ഥം.